Hi everyone, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ അറേബ്യൻ പ്ലാറ്റർ, അതായത് കബാബ്സ് ഒക്കെ ഉണ്ടാക്കിയ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ യൂസ് ചെയ്ത ബാർബിക്യൂ സ്റ്റാൻഡ്. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. ഞങ്ങൾ ഈ ബാർബിക്യൂ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. ആദ്യം നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നല്ല പാക്കേജിംഗ് ആയിരുന്നു. ഇതിനകത്തുണ്ടായിരുന്ന കണ്ടൻസ് ഒക്കെ, ഇതിൻ്റെ സാധനങ്ങളൊക്കെ വളരെ സേഫായിട്ട്, വളരെ ഭദ്രമായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സിനകത്ത് നമുക്ക് ഒരു ഗ്ലൗസും ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ ബോഡി, അതായത് ഇതാണ് ബാർബിക്യൂവിൻ്റെ മെയിൻ ബോഡി. ഇതിനകത്തൊരു ഗ്രിൽ പ്ലേറ്റ്, അതായത് ആ മെഷ് പോലത്തുള്ള ഗ്രിൽ പ്ലേറ്റ് ഉണ്ട്. ഇതാണ് ബാർബിക്യൂയുടെ ലെഗ്സ്, രണ്ട് കാലുണ്ട്. നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് സ്ക്രൂസും നൽകിയിട്ടുണ്ട്. കാലിൻ്റെ താഴത്തെ ഭാഗത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് 4 സ്റ്റോപ്പേഴ്സും ഇതിനകത്ത് തന്നെ, ബോക്സിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത ബാർബിക്യൂവിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഈ ഒരു പാക്കറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രിൽ പ്ലേറ്റ് ഉണ്ട്. അതായത് ഈ മെഷ് പോലെ കാണുന്നതാണ് ഗ്രിൽ പ്ലേറ്റ്. പിന്നെ ഒരു പാക്കറ്റ് ചാർക്കോൾ നൽകിയിട്ടുണ്ട് അവർ. പിന്നെ 2 കാർഡ്ബോർഡ് ബോക്സസ് ആണ് ഉള്ളത്. അതിനകത്ത് ഒന്നിൽ ബാർബിക്യൂ സ്റ്റാൻഡിൻ്റെ 2 വുഡൻ ഹാൻഡിൽസ് ആണ്, അത് നമ്മൾ ഫിക്സ് ചെയ്യണം. മറ്റേ കാർഡ്ബോർഡ് ബോക്സിൽ 7 സ്ക്യൂവേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. 7 സ്ക്യൂവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ ലഭിക്കുന്നത്. ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വുഡൻ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. 2 വുഡൻ ഹാൻഡിൽസും ഈ ബോക്സിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സ്ക്രൂസും ഒക്കെ ഇതിനകത്ത് തന്നെ, ഈ ബോക്സിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാർബിക്യൂ സ്റ്റാൻഡിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. ഇതിന് മുകളിലായിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കർവി ബോഡിയിലാണ് നമ്മൾ ചാർക്കോൾ ഇടേണ്ടത്. അലൂമിനിയം കൊണ്ടുണ്ടാക്കിയതാണ് മെഷ്. നമ്മൾ നേരത്തെ ബോക്സിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ കാണിച്ചതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ ലെഗ്സും കാലും നമ്മൾ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ട സ്ക്രൂവും ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ, അതായത് കാലിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഊരിയെടുക്കാനും ഈസിലി പറ്റും. നമുക്ക് ഈ ഒരു ബാർബിക്യൂ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റാൻഡായിട്ടും, അതായത് കാലോട് കൂടിയും കാലില്ലാതെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഏകദേശം ഹൈറ്റ് 2 ഫീറ്റാണ്. വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു ബാർബിക്യൂ സ്റ്റാൻഡിൻ്റെത് തോന്നിയത്, നമുക്കിത് പെട്ടെന്ന് അസംബിൾ ചെയ്യാനും പറ്റും. നമുക്കിത് എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാനും പറ്റും. അതായത് നമുക്ക് കാലോട് കൂടിയും കാലില്ലാതെയും നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ബാർബിക്യൂ സ്റ്റാൻഡ് നമുക്ക് എടുക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ഫങ്ഷൻസിനായാലും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രിൽ ചെയ്തതിന് ശേഷം ചാർക്കോളിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ചാർക്കോൾ ഇടേണ്ട ആ ഒരു ബോക്സിലേക്ക്, ആ ഒരു കർവി ബോക്സിലേക്ക് വെള്ളം ഒഴിക്കരുത്. ചാർക്കോൾ നല്ലോണം തണുത്തതിന് ശേഷം അത് കളയുക. വെള്ളം ഒഴിക്കാനേ പാടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.